സ്പൈസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. സോ ഈ അനിമെ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സർവൈവിംഗ് ത്രില്ലർ ആണ്. സോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള സീസൺസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യൂ. ഈ സീസൺ തീരുമ്പോഴേക്കും 30K സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഒരു മതിലിന്റെ മുകളിൽ വലിയ വിരലുകളാണ് കാണിക്കുന്നത്. ആളുകളെല്ലാം അത് കണ്ട് പേടിച്ചു നിൽക്കുവാണ്. അന്ന് മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലായി അവർ ഭരിക്കുന്നതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന്. ഒരു കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയുള്ള അപമാനം എന്നൊരു കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു. പിന്നീട് കാട്ടിലൂടെ കുതിരപ്പുറത്ത് ഒരു ഫൈറ്റിന് തന്നെ പോകുന്ന കുറച്ച് പേരെയാണ് കാണിക്കുന്നത്. ഹേയ്, എല്ലാവരും തയ്യാറാവ്, അത് ഒറ്റയ്ക്കാണ്. ഇന്ന് അതിനെ കൊന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോകും എന്നൊരാൾ പറയുന്നു. അവർ അങ്ങനെ രണ്ട് ടീമായി പിരിയുന്നു. ഒരു ടീം അതിന്റെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് മറ്റേ ടീം അതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവരുടെ കയ്യിലുള്ള ഒരു ഗിയർ യൂസ് ചെയ്ത് അതിന്റെ അടുത്തോട്ട് പോവാണ്. മനുഷ്യരാരാണെന്ന് നീ കാണടാ എന്ന് പറഞ്ഞ് അവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ അവിടെ വെച്ച് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ഈ സീരീസ് ആരംഭിക്കുന്നു. പിന്നീട് ഒരുപാടധികം ടൈറ്റൻസ് ഒരുപാട് മനുഷ്യരെ ആക്രമിക്കുന്നത് കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് ഒരു പയ്യൻ. കണ്ണു തുറക്കുന്ന അവൻ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേരാണ് മിക്കാസ അക്കർമാൻ. ബാ, നമുക്ക് പോവാൻ സമയമായി എന്ന് മിക്കാസ അവനോട് പറയുന്നു. ഞാൻ എന്താ ഇവിടെ? ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു, പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതേ സമയം അവന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഏയ് എരൻ, നീ എന്താ കരയാണോ എന്ന് മിക്കാസ ചോദിക്കുന്നു. വർഷം 845, ഷിഗാഷിന നഗരം. വിറക് പെറുക്കാൻ വേണ്ടി പോയ അവർ രണ്ടുപേരും അതിലൂടെ നടന്നു വരുന്നു. ഞാൻ കരഞ്ഞത് നീ ആരോടും പറയല്ലോ എന്ന് എരൻ പറയുന്നു. ഏയ് ഇല്ല, ഞാൻ ആരോട് പറയാനാ, പക്ഷേ കാരണമില്ലാതെ കരയുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ച് നോക്കിയാലോ? മണ്ടത്തരം പറയല്ലേ മിക്കാസ, ഇതൊന്നും അവരറിയാൻ പാടില്ല. ഹേ എറിൻ, നീ എന്തിനാ കരഞ്ഞേ എന്ന് ചോദിച്ച് അങ്ങോട്ടൊരാൾ വരുന്നു. അയാളുടെ പേരാണ് ഹാനസ്, ഒരു പോലീസ് ഓഫീസറാണ്. എന്തുപറ്റി? മിക്കാസ നിന്നെ വഴക്ക് പറഞ്ഞോ? അതിനാണോ കരയുന്നേ എന്ന് പറഞ്ഞ് ഹാനസ് അവനെ കളിയാക്കുന്നു. അത് അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം ഹാനസിന്റെ ഫ്രണ്ട്സ് ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് അവനോട് പറയുന്നു. ഓ, നിങ്ങൾ വീണ്ടും കൂടി തുടങ്ങിയോ? നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ എന്ന് എറിൻ അവരോട് ചോദിക്കുന്നു. ആ, ഞങ്ങൾ ജോലിയിൽ തന്നെയാണ്. ഞങ്ങൾ ഇന്ന് കാവൽ നിൽക്കുന്ന ജോലിയാണ്. ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ ആർക്കായാലും ദാഹവും വിശപ്പൊക്കെ തോന്നൂലേ? ഇത് കേട്ട് ടെൻഷനായി എറിൻ, ഒരു അത്യാവശ്യം വന്നാ നിങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അവരെ എപ്പോ വേണമെങ്കിലും ഈ മതിലും തല്ലിപ്പൊളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. എടാ ഡോക്ടറിന്റെ മോനെ, നീ ഇങ്ങനെ പേടിക്കില്ലേ? ഇനി അഥവാ അങ്ങനെയൊക്കെ സംഭവിച്ചാ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് 100 വർഷത്തിൽ കൂടുതലായി. ഓ ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ടിരിക്കുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഡോക്ടർ ഏഗറല്ലേ? പണ്ടിവിടെ വലിയൊരു പകർച്ചവ്യാധി ഉണ്ടായ സമയത്ത് എല്ലാവരെയും രക്ഷിച്ചത് അവരാണ്. അതിനുള്ള നന്ദിയും കടപ്പാടൊക്കെ അവരോട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. ഒരു സൈനികൻ എന്ന നിലയ്ക്ക് ഈ മതിലെല്ലാം റിന്യൂവൽ ചെയ്യാൻ ഇതിന്റെ മുകളിലോട്ട് കയറേണ്ടി വരും. പുറത്തവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കാണേണ്ടിയും വരും. പക്ഷേ ഈ 50 മീറ്റർ മതിലുള്ളപ്പോൾ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പോലീസുകാരെന്നുള്ള നിങ്ങളുടെ പേര് മാറ്റി മതിൽ ക്ലീനിങ് സ്ക്വാഡ് എന്നാക്ക്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എരൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം കാര്യങ്ങൾ വളരെ മോശമായെന്നാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്നത് കണ്ട് ജനങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നാണ്. ഇത് കേട്ട് ടെൻഷനായ എരൻ, ജീവിതകാലം മുഴുവൻ ഈ മതിലിനുള്ളിൽ തിന്നും കുടിച്ചും ജീവിച്ചു മരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ജീവിതം അത് 4 കാലികൾക്ക് തുല്യമാണ്. അതിന് ഇവനെ കൊണ്ട് ഇവിടെ നിന്നും പുറത്തു പോകാൻ സാധിക്കോ ഹോനസ് എന്ന് പറഞ്ഞ് 2 പേർ അവിടെ ചിരിക്കുന്നു. ഇത് കണ്ട് എറിനും മിക്കാസയും അവിടെ നിന്നും പോകുന്നു. ചെക്കന്റെ സംസാരം കേട്ടിട്ട് ഇവനെങ്ങാനും ഇനി സർവേ കോപ്പിൽ ചേരണമെന്ന് പറയൂ എന്ന് ചിന്തിക്കുകയാണ് ഹോനസ്. സർവേ കോപ്സിൽ ചേരണമെന്നുള്ള നിന്റെ ആഗ്രഹം അത് നീ മറന്നേക്ക് എന്ന് മിക്കാസ അവനോട് പറയുന്നു. നീ എന്താ അവരെ വില കുറച്ച് കാണുവാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നേ എന്ന് മിക്കാസയും പറയുന്നു. ഇതേ സമയമാണ് അവിടെ വലിയ രീതിക്ക് മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. സർവേ കോപ്സ് തിരിച്ചു വന്നു, വാ നമുക്ക് പോയി നോക്കാം എന്ന് എറിൻ സന്തോഷത്തോടെ പറയുന്നു. നേരത്തെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മതിലിന് പുറത്തോട്ട് പോയവരാണ് തിരിച്ചു വരുന്നത്. അവരെ കാണാൻ ഒരുപാട് ആളുകൾ കൂടി